കരിങ്കുന്നം ലൈവിൻ്റെ ടോക്ക് ഷോയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കഴിഞ്ഞ 44 വർഷമായി സ്വദേശത്തും വിദേശത്തുമായി വൈദിക ജീവിതം നയിച്ചതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി ഇവിടെയുള്ള വൃദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്ന ഫാദർ ജോസഫ് മേലേടമാണ്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് അച്ഛൻ്റെ വീടിന് മുന്നിലാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ടോക്ക് ഷോ ആരംഭിക്കുന്നത്. കരിങ്കുന്നം ലൈവിൻ്റെ ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിലും വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ള നിലയിലും കരിങ്കുന്നംകാരായ എൻ്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. തീർച്ചയായിട്ടും കരിങ്കുന്നത്ത് ഞാൻ ജനിച്ചു വളർന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. 1941 ജൂലൈ മാസം 3-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. ഈ ജൂലൈ മാസത്തിൽ ഞാൻ 72 വർഷവും പൂർത്തീകരിച്ചു. ഒരുപക്ഷെ എല്ലാവരും അത് സമ്മതിക്കില്ലായിരിക്കും, എന്നെ കാണുന്ന പലരും അത് അത്ര പ്രായമുണ്ടെന്ന് പറയുകയില്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ എനിക്കത് കേൾക്കാൻ അഭിമാനമുണ്ട്. പക്ഷേ അതിനൊരു രഹസ്യമുണ്ട്. നമ്മളെ യഥാർത്ഥത്തിലുള്ള പ്രായത്തെക്കാളും ചെറുപ്പമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണുക തന്നെയല്ല, സ്വയം തോന്നുകയും ചെയ്യുന്നതിനുള്ള ഒരു നല്ല ഔഷധം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് നമ്മുടെ ആളുകളോട് പറയുക, പഠിപ്പിക്കുക എന്നത് ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് എന്നെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. എൻ്റെ പേര് ഫാദർ ജോസഫ് മേലേടം ഇപ്പോൾ പറയും. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ ഫാദറായിരുന്നില്ല, ഒരു കൊച്ചുകുട്ടിയായിട്ട് ജനിച്ചു വളർന്നു. നമ്മുടെ കരിങ്കുന്നം സ്കൂളിൽ അല്ലെങ്കിൽ പാറ സ്കൂളിൽ പഠിച്ചു. പാറ കോളേജ് എന്നിപ്പോൾ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പാറ കോളേജിൽ പഠിച്ച് പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി സെൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിൽ വന്നു. അവിടുന്ന് SSLCയും പാസ്സായി. സാമാന്യം നല്ല രീതിയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി എനിക്ക് സാധിച്ചു. അങ്ങനെ അതിനുശേഷം സാധാരണ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയപ്പോൾ എന്നെ സെമിനാരിയിലേക്ക് ആകർഷിച്ച ഒരു ശക്തിയുണ്ടായി. വാസ്തവത്തിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ ഒരാൾ തന്നെയാണ് ആ ലൈനിലേക്ക് എന്നെ ശ്രദ്ധ ക്ഷണിച്ചത്. MC വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് ബിക്കമിങ് എ പ്രീസ്റ്റ് എന്ന ഒരു അധ്യാപകൻ. MC എന്ന് പറയുന്നത് എൻ്റെ ഇനീഷ്യലാണ്. MC ജോസഫ് എന്നായിരുന്നു എൻ്റെ ക്ലാസ്സിലെ പേര്. M ഫോർ മേലേടം, C ഫോർ ചാണ്ടി, ജോസഫ്. അപ്പോൾ MC എന്താണ്? അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് കലാപരമായിട്ടുള്ള അഭിരുചി ഉണ്ടായിരുന്നു. നമുക്ക് പ്രിയങ്കരനായ കരിങ്കുന്നം ചന്ദ്രൻ സാറിൻ്റെ ആ കലാവൈഭവത്തിൻ്റെ വൈഭവം അനുഭവിച്ചുകൊണ്ട് കലാപരമായിട്ട് അല്പം ഉയരുവാനും അനുഗ്രഹവും എനിക്കുണ്ടായി. അതുകൊണ്ട് ആ നിലയിൽ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞ് വെറുതെ സംസാരിച്ച കൂട്ടത്തിൽ ഒരു അധ്യാപകൻ തന്നെ എന്നോട് ചോദിച്ചതാണ്, MC-ക്ക് ഒരു നല്ല ഭാവിയുണ്ടാകും ഒരു വൈദികനായിട്ട്, വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് ദാറ്റ് ചോദിച്ചപ്പോഴാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയത്. അതേതായാലും ഡെവലപ്പ് ചെയ്തു. ഞാൻ സെമിനാരിയിൽ പോയി. അവിടെ വെച്ച് ഭംഗിയായിട്ട് പഠിക്കാൻ സാധിച്ചു. മേജർ സെമിനാരിയിലെത്തി. 1968 ഞാൻ പട്ടമേറ്റ് വൈദികനായിട്ട് പുറത്തു വന്നു. അതിനുശേഷം ഞാൻ കോളേജ് വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ പ്രീ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് BSc-യിലേക്ക് ഫിസിക്സ് മെയിൻ എടുത്തുകൊണ്ട് BSc എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി. അതിനെ തുടർന്ന് MSW പോകാനുള്ള അവസരവും കൂടി ഉന്നയിശ്ശേരി പിതാവ് എനിക്ക് തന്നു. അങ്ങനെ MSW പോകാൻ തന്നെയുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായത് വാസ്തവത്തിൽ റാണിപുരം കോളനിയിലെ എൻ്റെ ലൈഫാണ്. ആ റാണിപുരം കോളനി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോഴുള്ളത്. റാണിപുരത്തിൻ്റെ അടിവാരം പാണത്തൂർ എന്ന് പറയുന്നൊരു പ്രദേശം, അത് തികച്ചും അവികസിത മേഖലയായിരുന്നു. ഞാൻ റാണിപുരത്ത് ആദ്യമായിട്ട് ചെന്നപ്പോൾ ആ റാണിപുരത്ത് ചേട്ടന്മാരെ പരിചയമുള്ള പാണത്തൂരുകാരായ ആളുകൾ എന്നെ ഒരു വലിയ കാര്യത്തിലേക്ക് ഇടുകയുണ്ടായി. അതായത് അവിടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നാടിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട്. സർവ്വകക്ഷികളും അന്ന് രാഷ്ട്രീയമായിട്ട് നിലനിന്നിരുന്ന സകല പാർട്ടികളും ഉൾക്കൊള്ളുന്ന നാടിൻ്റെ വികസനത്തിനായിട്ടുള്ളൊരു വലിയ പ്രസ്ഥാനമായിരുന്നു. എന്നെ അവരതിൻ്റെ ചെയർപേഴ്സണായിട്ട് ക്ഷണിച്ചപ്പോൾ എനിക്ക് ഭയമുണ്ടായി. എനിക്ക് യാതൊരു പരിചയവുമില്ല എന്ന് പറഞ്ഞെങ്കിലും അവരത് വിട്ട് തരാൻ തയ്യാറായില്ല. അവരതിനെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഫാദർ തലക്കിൽ നിന്ന് നയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഏത് കാര്യത്തിലും ഞങ്ങൾ സഹകരിക്കും. അത് ഫാദർ പറയുക, ഞങ്ങൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കും എന്ന് പറഞ്ഞ് എന്നെ അവർ ആ ഫീൽഡിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ആദ്യമേ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടത്. അത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് ഭംഗിയായിട്ട് സാധിച്ചു. പിന്നെ ഇലക്ട്രിസിറ്റി കൊണ്ടുവരണം, ഗവൺമെൻറ് തലത്തിലുള്ള മറ്റ് പദ്ധതികളൊക്കെ ഓരോന്ന് കൊണ്ടുവരണം. ഇങ്ങനെ 4-5 കൊല്ലം വളരെ സ്തുത്യർഹമായിട്ട് അല്ലെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു.
അത് കണ്ട കുന്നിശ്ശേരി പിതാവാണ് എനിക്ക് MSWന് പോകാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഫിസിക്സുകാരൻ എങ്ങനെ MSWന് പോയി എന്ന് പറഞ്ഞാൽ, ഏതായാലും ഇങ്ങനെ MSW എന്താണെന്ന് പോലും അറിയാതെ MSW കഴിഞ്ഞ് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എൻ്റെ അധികാരികൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു ഡിഗ്രിയും ഇല്ലാതുകൊണ്ട് ഇത്രയും നല്ല കാര്യങ്ങൾക്ക് ഏർപ്പെടുവാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ സംഘാടിത ശക്തിയിൽ പങ്കാളിത്തത്തോടുകൂടി ചെയ്യുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും സാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കാം പിതാവ് എനിക്കൊരു അവസരം തന്നു. ഞാൻ ട്രിവാൻഡ്രം ലേള യൂണിവേഴ്സിറ്റി ചേർന്ന് MSW പൂർത്തിയാക്കി. അതിനെ തുടർന്ന് ഞാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തു. ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നെനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഒരു 9 വർഷക്കാലം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട്, അതേസമയം തന്നെ ഇടത്തരം ഇടവകകളിലെ വികാരിയായിട്ടും കൂടിയാണ്. അപ്പോൾ പാസ്റ്റോറൽ ആൻഡ് സോഷ്യൽ മിനിസ്ട്രി, ഇത് രണ്ടും എനിക്ക് ഹരമായിരുന്നു. പാസ്റ്റോറൽ മിനിസ്ട്രി എന്ന് പറയും വൈദികരുടെ ജോലി, അതുപോലെ തന്നെ സോഷ്യൽ മിനിസ്ട്രിയിൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഇത് രണ്ട് കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു മോട്ടോർ ബൈക്ക് എനിക്കൊരു മോട്ടോർ ബൈക്കായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ വാഹനം. SD, പഴയ SD ആയിരുന്നു. സ്വന്തമായിട്ട് പള്ളിയിൽ നിന്ന് SD ഓടിച്ച് കോട്ടയം തിരുനക്കരയ്ക്കെല്ലാം അല്ലെങ്കിൽ കോട്ടയത്തൂടെയൊക്കെ നടക്കുക. SHMO ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസ്. ഏതായാലും ഒരു 9 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നതിൻ്റെ ഫലമായിട്ട് അഭിവന്ദ്യ കുന്നിശ്ശേരി പിതാവ് എനിക്കൊരു ഹയർ സ്റ്റഡീസിനുള്ള അവസരം തരികയായിരുന്നു. ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സ്, അത് അമേരിക്കയിലായിരുന്നു. അപ്പോൾ പറഞ്ഞു അതിന് മുൻപായിട്ട് 2 ജ്ഞാനായ മിഷൻ തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മിഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് 3 കൊല്ലം ഞാൻ വിനിയോഗിച്ചു. അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ടെക്സസ് എന്ന യൂണിവേഴ്സിറ്റി ചേർന്ന് ഏജിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ സീനിയേഴ്സിൻ്റെ. അങ്ങനെ ഏജിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ഫാദർ, ഐ ലോസ് മൈ ഫാദർ, എൻ്റെ ഫാദർ 1999 മരിച്ചു. അമ്മ നേരത്തെ മരിച്ചിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് പേരൻസ് 2 പേരും മരിച്ചു. ദൈവാനുഗ്രഹത്താൽ ഓടി നാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. അങ്ങനെ എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ചിന്തിച്ച അമേരിക്കൻ ജനത ഒരുപക്ഷെ അവരെന്നെ ക്ഷണിച്ചപ്പോൾ, അവിടെ നിൽക്കാൻ ക്ഷണിച്ചപ്പോൾ ഞാനതിന് സമ്മതമാണ് എന്ന് സമ്മതം കൊടുത്തു. അഭിവന്ദ്യ കുന്നിശ്ശേരി പിതാവ് അനുവാദം തന്നു. അങ്ങനെ ദ ഡയസിസ് ഓഫ് ഫോർട്ട് വർത്ത് എന്നുള്ള രൂപതയിൽ ചേർന്ന് അവിടുത്തെ ഒരു വൈദികനായിട്ട് ഞാൻ 12 വർഷക്കാലം ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്കവിടെ ഇൻകാർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെമ്പറാവുക എന്നുള്ള ഒരു അവസരമുണ്ടായി. ആ ഒരു സ്ഥാനം വന്നപ്പോഴത്തേക്കും എനിക്ക് അല്പം ഉത്കണ്ഠയുണ്ടായി. കാരണം ഞാനീ പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സ് ഏജിങ്ങിൽ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ടെക്സസ് എന്നുള്ള ആ യൂണിവേഴ്സിറ്റി ചേർന്ന് റെഗുലർ സ്റ്റുഡൻ്റായിട്ട് കോളേജ് വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പോഴാണ് ഈ രൂപതയിൽ ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു ഞാനതിന് ചേരാം, എൻ്റെ പിതാവ് അനുവദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിഷപ്പ് ഓഫ് കോട്ടയം അനുവദിക്കുകയാണെങ്കിൽ. ഏതായാലും ഞാൻ ചുരുക്കുകയാണ്, ബിഷപ്പ് ഓഫ് കോട്ടയത്തിൻ്റെ അനുഗ്രഹം കിട്ടി. അദ്ദേഹം സമ്മതിച്ച് ഞാൻ അവിടെ ഫോർട്ട് വർത്ത് രൂപതയുടെ ഒരു വൈദികനായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്ത ബിഷപ്പ് പാൻക്രിയാറ്റിക് ക്യാൻസർ കൊണ്ട് 2 വർഷത്തിന് ശേഷം മരിച്ചു. അതിന് മുൻപ് തന്നെ ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന ഈ സബ്ജക്റ്റ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി പഠിക്കുകയാണ്. ഞാൻ സോഷ്യൽ വർക്കറാണ്. ഐ ആം എ കാത്തലിക് പ്രീസ്റ്റ് ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം എ സോഷ്യൽ വർക്കർ. ആ നിലയിൽ അഭിവന്ദ്യ പിതാവിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കൊരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറയേണ്ടി വന്നു. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഏജിങ്ങിനെ സംബന്ധിച്ചാണ്. പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തി വന്നു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളെ എല്ലാം കൂടി സംഘടിപ്പിച്ച് അവരുടെ അവസാനം വരെയുള്ള ആ കാലഘട്ടം സന്തോഷകരമാക്കാൻ കൊള്ളാവുന്ന ഒരു പ്രവർത്തന ശൈലി അല്ലെങ്കിൽ അതിനുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആയിരുന്നു എൻ്റെ ഡ്രീം പ്രോജക്റ്റ്. അതിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് സാഗ എന്നാണ്. സാഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സീനിയർ അസിസ്റ്റൻസ് ഫോർ ഗ്രേസ്ഫുൾ ഏജിങ് എന്നാണ്. സീനിയർ അസിസ്റ്റൻസ് ഫോർ ഗ്രേസ്ഫുൾ ഏജിങ്. ആ ഗ്രേസ്ഫുൾ ഏജിങ് എന്നുള്ളതിലാണ് ആ പ്രോജക്റ്റിൻ്റെ മനോഹാരിത അടങ്ങിയിരിക്കുന്നത്. ഏജിങ് എന്ന് പറയുന്നത് ഒരു എന്നും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളെല്ലാവരും ഇന്നലത്തേക്കാൾ ഒരു ദിവസം കൂടി പ്രായമുണ്ട് ഇന്നത്തേക്കാൾ ഒരു ദിവസം കൂടി പ്രായമുണ്ടാകും നാളെ. അങ്ങനെ ഏജിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും നിരന്തരമായിട്ട് മരണം വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിനെ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും അതിൽ ചില ചേഞ്ചസ് വരുത്തുവാൻ നമുക്ക് സാധിക്കും, ചില പരിവർത്തനങ്ങൾ വരുത്തുവാൻ സാധിക്കും. നമ്മുടെ ലൈഫിനെ മനോഹരമാക്കുവാൻ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ ഒരു നല്ല ശതമാനം അകറ്റി വെച്ചുകൊണ്ട് വാർദ്ധക്യം സന്തോഷകരവും മനോഹരവുമാക്കി തീർത്ത് സമാധാനത്തിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുക, അതിനുള്ള രംഗം ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക.
അങ്ങനെ സാഗ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ഹെൽത്ത് കെയർ പ്രോജക്റ്റ് ഫോർ ദ സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ 60+ പോപ്പുലേഷൻ എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയും. ഇതിൻ്റെ ദ ഗോൾ ഈസ് ടു അസിസ്റ്റ് ദ സീനിയേഴ്സ് ടു മേക്ക് ഗ്രേസ്ഫുൾ ഏജിങ് പോസിബിൾ ആൻഡ് ആക്സസിബിൾ by attaining the whole community development through resource utilization, and second, senior centered community integration through community transformation and community participation. ഞാനത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എങ്കിലും ഇത് ഏതാണ്ട് വലിയ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ ഭാഗഭാഗിത്വത്തോടു കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കാരണവന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളുണ്ട്. പ്രശ്നം എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ്. അവരുടെ പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കണം, മക്കൾക്ക് സാധിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് സാധിക്കണം. കാരണം നമ്മുടെ കാരണവന്മാരുടെ കാര്യമാണിത്. അതുപോലെ അവരുടെ നീഡ്സ് എന്ന് പറയുന്നത് ചെറുതും വലുതുമായിട്ട് ധാരാളം ആവശ്യങ്ങളുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ നമ്മൾ അവരെ സഹായിക്കണം. അങ്ങനെ വരുമ്പോൾ അവരുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം, അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹികമായ പ്രശ്നങ്ങൾ, ഫാമിലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തുമാകട്ടെ അത് സോഷ്യൽ വർക്കേഴ്സിന് കൈകടത്തുവാൻ സാധിക്കും, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ പ്രൊഫഷണലി ക്വാളിഫൈഡ് സോഷ്യൽ വർക്കേഴ്സ് ത്രൂ എ രജിസ്റ്റേർഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എൻ്റെ പ്രാക്ടീസ് അത് തന്നെയാണ്. ഞാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കണം, അതിന് കാര്യക്ഷമമായിട്ട് എങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യാൻ ഉപകരിപ്പിക്കാം എന്ന് ശരിക്കും ഞാൻ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അമേരിക്കയിൽ പോയി കണ്ടും കേട്ടും പിന്നെ യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിച്ചും ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ആം ഫുള്ളി ക്വാളിഫൈഡ് ഫോർ ദാറ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി ഐ ക്യാൻ ഡു ദാറ്റ്. അതെന്നുള്ള ആ ഒരു നല്ല സംതൃപ്തിയും ആത്മധൈര്യവും എനിക്കുണ്ട്. അതോടുകൂടിയാണ് എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ നാട്ടുകാരോട് ഈ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടായിരിക്കും പ്രവർത്തിക്കുക. സോഷ്യൽ വർക്ക് എന്ന രംഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ സീനിയേഴ്സിൻ്റെ പ്രോബ്ലംസ് ആൻഡ് നീഡ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിനെ സന്തോഷവും സമാധാനവും ഉള്ളതാക്കി തീർക്കാൻ ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണ്. പറഞ്ഞപ്പോൾ അങ്ങ് തീർന്നു എന്ന് വിചാരിക്കേണ്ട. അതൊരു വലിയ പദ്ധതിയാണ്, ഒരു വലിയ കർമ്മ പദ്ധതിയാണ്. അതുകൊണ്ട് സീനിയേഴ്സിനെ റിട്ടയർ ചെയ്യുമ്പോഴേ, അതായത് നമ്മൾ 60-ന് മുമ്പ് എല്ലാവരും തിരിയും, എങ്കിലും 60 തുടങ്ങുക. 60+5 65, 65 to 70, 70 to 75, 75 to 80, അങ്ങനെ 100, 115, 120 വരെ അങ്ങ് തിരിക്കും. അങ്ങനെ ഓരോ അതിന് കോഹോട്ട്സ് എന്ന് പറയും, നമ്മുടെ പ്രൊഫഷണൽ വേയിൽ പറഞ്ഞാൽ COHORTS കോഹോട്ട്സ്. ആ ഓരോ കോഹോട്ട്സിനെയും, ഉദാഹരണം 60+5 60 to 65നെ വിളിച്ചിട്ട്, നിങ്ങളിപ്പോൾ നല്ല പ്രായക്കാരാണ്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇന്നലെ ഇരുന്ന കസേര നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന അധികാരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കിട്ടാമായിരുന്ന ആ വരുമാനത്തിന് അല്പം കുറവ് സംഭവിച്ചു. ഇത് മാത്രമേ നിങ്ങൾക്ക് കൈമുതലായിട്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളൂ, നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇങ്ങനെയുള്ളവരെ ഒരുമിച്ച് കൂട്ടിയിട്ട്, അതാണ് 60 to 65 വരെ കിട്ടുകയെന്ന് വിചാരിക്കുക. അവരുടെ അറിവും ആരോഗ്യവും ആയുസ്സും നല്ല മനസ്സും ഉഷാറായി തന്നെ ഇനിയും കയ്യിലുണ്ട്. ഇരുന്ന കസേര പോയി കാണും, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന അധികാരം വിട്ടുപോയി കാണും, ഉണ്ടാകാമായിരുന്ന വരുമാന മാർഗ്ഗങ്ങൾ ഒരു പരിധിവരെ പോയി കാണും. എങ്കിലും ദൈവാനുഗ്രഹത്താൽ അതുവരെയുള്ള വരുമാനം കൊണ്ട് ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളൊക്കെ ആയിട്ടുണ്ട്. സേവിങ്സ് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ പെൻഷനുണ്ട്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ധാരാളമുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലും അവർ സംതൃപ്തരാണ്, ഒരു പരിധി വരെ പറഞ്ഞാൽ. അപ്പോൾ ആ നിലയ്ക്ക് മക്കളൊക്കെ അറിവായിട്ടുണ്ട്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ്? അപ്പോൾ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ ഏറ്റവും പറ്റിയ അവസരമാണിത്. അപ്പോൾ സമൂഹത്തിൻ്റെ നന്മയെന്ന് പറഞ്ഞാൽ അവർക്ക് അതുവരെയുള്ള അവരുടെ അറിവ്, അവരുടെ പക്വത, അവരുടെ ആരോഗ്യം, അവരുടെ നല്ല മനസ്സ്, ഇതെല്ലാം സമൂഹത്തിന് വേണ്ടി കൊടുക്കുക. പ്രതിഫലം ഒരുപക്ഷെ നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും. പക്ഷേ ആ പ്രതിഫലം നല്ല ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്കോ ആവശ്യമുള്ള ആർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ള സംതൃപ്തിയോടുകൂടി അത് പ്രയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ആവശ്യമായിട്ടുള്ള അറിവ് ഞങ്ങൾ പ്രദാനം ചെയ്യും. അതെല്ലാം, അല്ലെങ്കിൽ അതുവരെ വന്നത് വണ്ടി ടോപ്പ് ഗിയറിൽ വന്നതുപോലെ തന്നെ വീണ്ടും 75 വരെ ഓടാൻ സാധിക്കും. 60+15 75 വരെ ടോപ്പ് ഗിയറിൽ തന്നെ നമ്മുടെ വണ്ടി ഓടാൻ സാധിക്കും. പക്ഷേ വെറുതെ ഇരുന്നാൽ നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിക്കും, നമ്മുടെ ബുദ്ധി മന്ദിക്കും, ഓർമ്മ മുരടിച്ചു പോകും, നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ നമ്മൾ അതുവരെ വന്നതിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് പൊക്കിയെടുത്തുകൊണ്ട്
75 വയസ്സ് വരെ ടോപ്പ് ഗിയറിൽ തന്നെ ഓടണം, പ്ലസ് 10 കൂടെ കൂടി 85 വരെ. അതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ്. 75 വരെ സാമാന്യതയിൽ പോകും. ഒരു 10 വയസ്സും കൂടി 85 വയസ്സ് വരെ, 55കാരൻ റിട്ടയർ ചെയ്താലും 30 വർഷവും കൂടി 85 വർഷം വരെ നമുക്ക് നല്ല രീതിയിൽ സ്വന്തമായിട്ടും സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ പ്രോജക്റ്റിൻ്റെ പ്രത്യേകതയാണ്. അതിനുള്ള വഴികൾ പഠിപ്പിക്കും, അതിനുള്ള രീതികൾ പഠിപ്പിക്കും. ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റണം. അതെങ്ങനെ മാറ്റണമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് വോളണ്ടിയേഴ്സിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. പിൻബലവും മുൻബലവും ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് ആയിരിക്കും. ആ വോളണ്ടിയേഴ്സിൻ്റെ കാര്യം വരുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഏതെല്ലാം സംഘടനകളുണ്ടോ, ഏതെല്ലാം നല്ല ആളുകളുണ്ടോ, എങ്ങനെയുള്ളവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന വോളണ്ടിയറിസം അതിനെ ഡെവലപ്പ് ചെയ്യാനും ഞങ്ങൾക്ക് പരിപാടിയുണ്ട്. ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ റിട്ടയറീസിന് 1-2 കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. കിട്ടിയ പരിജ്ഞാനവും പക്വതയും വിലയേറിയ കൈമുതലാണ് എന്ന അവബോധമുണ്ടാവുക. അതുകൊണ്ട് ഇനിയും സമൂഹത്തിന് ആവശ്യമുണ്ട്. അതായത് ഈ അറിവ് കൊണ്ട്, നമ്മുടേതായിട്ടുള്ള പരിജ്ഞാനം കൊണ്ട് ഇനിയും സമൂഹത്തിന് ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകണം. മൂന്നാമതായിട്ട് എവിടെ അവസരം കിട്ടിയാലും അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഞാൻ മനസ്സാകുന്നു എന്നുള്ള ഒരു മാനസികാവസ്ഥ, നല്ല മനസ്സുണ്ടാകണം. അതിൽ സ്വയം സംതൃപ്തി കണ്ടെത്തുകയും വേണം. ഇത്രയും കാര്യങ്ങളായാൽ ബാക്കി ഞങ്ങളുടെ കൂടെ കൂടുക. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി സെൻ്ററാണ്. ആക്ടിവിറ്റി സെൻ്ററിൽ ഈ കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള തലങ്ങളെക്കുറിച്ച് അറിവ് തരുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കാൻ പറ്റുന്ന രംഗങ്ങൾ ഞങ്ങൾ സജ്ജീകരിക്കും. അത് പിന്നീട് കുറേശ്ശെ പറഞ്ഞു തരാനേ പറ്റുകയുള്ളൂ. എല്ലാം ഒരിക്കൽ കൂടി ഒന്നിച്ച് പറയാൻ സാധ്യമല്ല. അങ്ങനെ ആക്ടിവിറ്റി സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ആ ശക്തിയും എനർജിയും ഒട്ടും താഴെ പോകാതെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം അവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. പിന്നെ അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അവരുടെ തന്നെ കൂട്ടുകാർ, അല്ലെങ്കിൽ ഹോം ബൗണ്ടായിരിക്കുന്ന, നടന്ന് കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ അയൽവാസികൾ, അല്ലെങ്കിൽ ഇതുവരെ പരിചയമില്ലാത്ത ആരെയെങ്കിലും പോയി പതുക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് അവരോട് കുറച്ച് സ്നേഹം നടിച്ച് അല്പസമയം അവരുടെ കൂട്ടത്തിൽ ചിലവഴിക്കുക. അതൊരു വലിയ നല്ല കാര്യവുമാണ്. അതുപോലെ തന്നെ നമുക്കും സ്വന്തമായിട്ട് മാനസികമായിട്ടുള്ള ഒരാഹ്ലാദം തരുന്ന കാര്യവുമായിരിക്കും. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പിന്നെയും പഠിക്കണം. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ടെക്സസിൽ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രായമുള്ള വിദ്യാർത്ഥിയെന്ന്. എന്നാൽ അതായിരുന്നില്ല സത്യം. എന്നേക്കാൾ പ്രായമുള്ള, എനിക്ക് തന്നെ ഒരു ഓൾഡ് മാൻ ആണ് വരുന്നത് എന്ന് ഞാൻ പോലും പറഞ്ഞുകൊണ്ടിരുന്ന രീതിയിലുള്ള വിദ്യാർത്ഥികൾ വരെ അവിടെ ഉണ്ടായിരുന്നു. കാരണം അമേരിക്കയിൽ അതിന് ഏജ് ബാർ ഇല്ല. ഏത് പഠിക്കാൻ സാധിക്കും, എപ്പോഴും പഠിക്കാം. അതിനുള്ള അവസരങ്ങളുണ്ട്. അത് വെൽക്കം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ആ ഒരു മനസ്ഥിതി എടുത്തുകൊണ്ട് റിട്ടയർ ചെയ്തവർക്കും ഇനിയും പഠിക്കുവാനും ധാരാളമുണ്ട് എന്ന് ഞാൻ ഉദാഹരണം പറയാം. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ വിജ്ഞാനമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ ഇമെയിൽ അയക്കാൻ സാധിക്കുമോ? അമേരിക്കയിലോ ലോകത്തിൻ്റെ എവിടെയുമുള്ളവർക്ക് ഒരു ഇമെയിൽ അയച്ച് നമുക്ക് നിമിഷങ്ങൾക്കകത്ത് ആശയവിനിമയം നടത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ ഹാബിറ്റ്സ്, ഗാർഡനിങ്, അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത ഏതെങ്കിലും കാര്യം, ഡ്രോയിങ്, അല്ലെങ്കിൽ പാട്ട് പാടുക, കവിത എഴുതുക, ചിത്രം വരയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് സ്വയം നമ്മുടെ അറിവും നമ്മുടേതായിട്ടുള്ള വിജ്ഞാനവും വർദ്ധിപ്പിക്കുവാൻ അവസരമുണ്ട്. അതുവഴിയായിട്ട് നമ്മുടെ ബുദ്ധി, നമ്മുടെ ബോധം, നമ്മുടെ മനസ്സ്, നമ്മുടെ ദൈവം തന്നിരിക്കുന്ന സിദ്ധികളെല്ലാം വീണ്ടും നമ്മൾ ഉഷാറാക്കി പ്രവർത്തിപ്പിക്കുകയാണ്. ഒരിക്കലും തുരുമ്പിക്കാൻ നമ്മൾ വിടുന്നില്ല. ഇതാണ് ആ പ്രവർത്തന ശൈലി. അതിന് നമുക്കൊരു ആക്ടിവിറ്റി സെൻറ്ററും ഒരു 10-200 പേർക്ക് ഇരിക്കാനുള്ള ഒരു വലിപ്പത്തിലുള്ള ഒരു ആക്ടിവിറ്റി സെൻറ്റർ ഉണ്ടായാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സംവിധാനം. അതിനെക്കുറിച്ച് നമുക്കൊന്നിച്ച് ചിന്തിക്കണം. അത് എവിടെ കണ്ടെത്താൻ സാധിക്കും, ആർക്ക് അത് തരാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് സാധിക്കില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മുടെ ഒരു മുഖ്യ വിഷയം തന്നെയാണ്. ഏതായാലും ഞാനത് ചുരുക്കിയെന്ന് പറയുകയാണ്. ഇത് വരുമ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു 75 അല്ലെങ്കിൽ 85 വയസ്സ് വരെയുള്ളവരെ കാണുകയാണ്. അപ്പോൾ 85 വരെയുള്ളവർ നല്ല ടോപ്പ് ഗിയറിൽ തന്നെ ഓടുന്നു, അല്ലെങ്കിൽ 75 കഴിയുമ്പോൾ ടോപ്പ് ഗിയർ ഒന്ന് താഴോട്ട് ലോവർ ചെയ്യും, എങ്കിലും വണ്ടി നന്നായിട്ട് തന്നെ ഓടും. അങ്ങനെ 85 വരെ ഓടിയെന്നങ്ങ് വിചാരിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ADL എന്ന് പറയുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും. അതായത് അക്വയർഡ് ഡെഫിഷ്യൻസി ബൈ ലോ എന്നാണ് പറയുന്നത്. നിയമപരമായിട്ട്, അതായത് കണ്ണിൻ്റെ കാഴ്ച കുറയും, രാത്രിയിൽ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാകുന്നു, അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിന് തേയ്മാനമായി നടക്കാൻ പ്രയാസം വരുന്നു, നടപ്പ് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഡെഫിഷ്യൻസീസ്, അതാണ് ലീഗൽ ഡെഫിഷ്യൻസി എന്ന് പറയും. ആ ADL വർദ്ധിക്കുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ ആവശ്യം വേണം. അപ്പോൾ നമ്മൾ അസിസ്റ്റഡ് ലിവിങ്ങിലേക്ക് കിടക്കുക. അതുവരെ ഇൻഡിപെൻഡൻറ്റ് ലിവിങ് ആയിരുന്നു. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ആരുടെയും പരാശ്രയം കൂടാതെ കൊണ്ട് ജീവിച്ച് ഓടി നടന്നവർ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു 85, ഞാൻ 80 പേരെ കൊണ്ട് എത്തിക്കാൻ പോവുകയാണ്. അതിന് മുമ്പേ
ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ മാറുന്നില്ലെങ്കിൽ മുമ്പേ ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ 85 വന്നാലും സ്വാഭാവികമായിട്ട് വരാവുന്നത് അസിസ്റ്റഡ് ലീവിങ് കാലഘട്ടമാണ്. അപ്പോൾ മറ്റുള്ളവർ നമ്മൾ സഹായിക്കണം. അങ്ങനെ അസിസ്റ്റഡ് ലീവിങ് കടന്നു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് 75 അല്ലെങ്കിൽ 85 പ്ലസ് 95 വരെ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുക. പിന്നെ 96 മുതലുള്ളവർക്ക് വാസ്തവത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ അവർ തയ്യാറാവുക. അതുപോലെ അവരെ അധികം അകലെയല്ലാതെ തന്നെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യത്തെ, മരണമെന്ന അന്ത്യത്തെ കൂട്ടുകാരന് എന്നതുപോലെ സ്വാഗതം ചെയ്യാൻ തയ്യാറാക്കുക. അതും നമ്മുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. മരണത്തെ മാറ്റി നിർത്തുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ സന്തോഷത്തോടും ധൈര്യത്തോടും കൂടി അതിനെ നേരിട്ട് സുഖമായ ഒരു നിദ്ര എന്നതുപോലെ മരണത്തെ ഫേസ് ചെയ്ത് സന്തോഷത്തോടെ പാട്ടും പാടി കടന്നു പോകുവാൻ മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം പാട്ടും പാടി മരിച്ചുപോയ ആളാണ്. അതുപോലെയുള്ള രംഗം ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ സാധിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലും മറ്റുള്ളവരുടെ സഹായം നമുക്ക് വേണ്ടി വന്നാലും അതും ഒരു ലൈഫ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ഫേസാണ് എന്നുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാവുക, സന്തോഷത്തോടെ അതിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറാവുക. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഞാൻ തയ്യാർ എന്നുള്ള ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കാൻ സാധിക്കുന്നു നല്ല മരണത്തിന് വേണ്ടി. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു വരികിലും വോളണ്ടിയറിസം ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലൂടെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നെങ്കിലും ഇൻ കൊളാബറേഷൻ വിത്ത് മെഡിക്കൽ പ്രൊഫഷണൽസ് ആസ് ഡോക്ടേഴ്സ്, നേഴ്സസ്, ലാബ് ടെക്നീഷ്യൻസ്, അതർ ഹ്യൂമൻ സർവീസ് ഏജൻസീസ്, അതുപോലെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, കൾച്ചറൽ, സ്പോർട്സ് ആൻഡ് റിക്രിയേഷണൽ അസോസിയേഷൻസ്, ലോക്കൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്സ് ആൻഡ് യൂത്ത് ഓർഗനൈസേഷൻസ്, ലോക്കൽ പഞ്ചായത്ത്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, skilled technicians, religious institutions, educational and cultural institutions, law and order departments, like-minded individuals and volunteers. ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഇൻട്രസ്റ്റഡ് ബിസിനസ് എൻ്റർപ്രന്യൂവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എക്സെട്ര ധാരാളം ടു അച്ചീവ് ദ ഗോൾ ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ, ഞാൻ അവസാനം പറഞ്ഞത് ഈ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ മേലാതെ വരുന്ന കാലഘട്ടത്തിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് അമേരിക്കയിലോ UK ഒക്കെയുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുക. അതായത് നേഴ്സിംഗ് ഹോംസിൻ്റെ ആവശ്യം വരും. അവർക്ക് ഒരു പക്ഷേ 24 hours പരിചരണം അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ സമർത്ഥരായിട്ടുള്ള നേഴ്സസിൻ്റെ സഹായം, ഡോക്ടേഴ്സിൻ്റെയും ഇടയ്ക്കിടയ്ക്കെങ്കിലുള്ള സഹായം അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൽ നടത്താവുന്ന നേഴ്സിംഗ് ഹോംസ് നടത്തണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കോടികൾ തന്നെ മുടക്കണം. നമുക്കറിയാം അത് ആര് മുടക്കും, എങ്ങനെ മുടക്കും, വലിയ പ്രശ്നം തന്നെ. അതിനുള്ള ഉത്തരം സാമ്പത്തിക ശേഷിയുള്ളവരും മുൻകൈ എടുത്തുകൊണ്ട് മറ്റുള്ളവരെ കൂടെ സഹകരിപ്പിച്ച് ഒരു വ്യക്തിക്ക് പറ്റിയ അല്ലെങ്കിൽ 2 വ്യക്തി അല്ലെങ്കിൽ 3 പേര് ഒരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ലയൺസ് ക്ലബ്ബ്, അതിൽ ഏതെങ്കിലും എങ്ങനെയെങ്കിലും അതിനുള്ള മാർഗം കണ്ടുപിടിക്കുക. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ വീടുകളിൽ തന്നെ താമസിക്കും. കഴിവതും അവരുടെ വീട്ടിലെ ലൈഫിനെ സന്തോഷകരമാക്കുവാൻ വേണ്ടി ഹോം ഹെൽത്ത് സർവീസ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. ഹോം ഹെൽത്ത് ആൻഡ് ജീരിയാട്രിക് സർവീസസ് നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അതുപോലെ സ്കിൽഡ് കെയർ നേഴ്സിംഗ് ഹോംസ്, സാമ്പത്തികം കൂടെ ഉള്ളവർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഹോസ്പീസ് ആൻഡ് പാലിയേറ്റീവ് വിത്ത് റെസ്പൈറ്റ് സർവീസ്. നമുക്ക് കരിങ്കുന്നത്ത് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ട്. ഞാനും 1-2 തവണ അവരുടെ കൂട്ടത്തിലേക്ക് പോയി. എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞവരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. അവർക്കും സന്തോഷമാണ്. അത് എനിക്ക് ഒരു കൈമുതലായിട്ട് തോന്നുകയാണ്. ഇപ്പോൾ തന്നെ നല്ല ഒരു സംഘടന, നല്ല സജീവമായിട്ടുള്ള നല്ല മനസ്സോടു കൂടിയ ഒരു ടീം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ പോഷിപ്പിച്ചെടുത്തുകൊണ്ട് പാലിയേറ്റീവ് വിത്ത് റെസ്പൈറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ പറ്റത്തില്ല. കുടുംബത്തിൽപ്പെട്ടവർ അവരുടെ വീട്ടിലെ രോഗിക്ക് അല്ലെങ്കിൽ പ്രായമായ കാരണവർക്ക് അല്ലെങ്കിൽ അപ്പച്ചന് അല്ലെങ്കിൽ അമ്മച്ചിക്ക് അല്പസമയം ഇവർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ആശുപത്രിയിൽ പോകാൻ വേണ്ടി അവർക്ക് എവിടെയെങ്കിലും ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വീട് വിട്ട് പോകണമെങ്കിൽ ആ സമയത്ത് വീട്ടിൽ പോയിരുന്ന ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അവരെ ടേക്ക് കെയർ ചെയ്യുന്ന വോളണ്ടിയേഴ്സാണ്. അതാണ് റെസ്പൈറ്റ് സർവീസ് എന്ന് പറയുക. അപ്പോൾ ആ വീട്ടുകാർക്ക് കൊടുക്കുന്ന റിലീഫാണ്. മോർ ദാൻ എനിത്തിങ് എൽസ് ദാറ്റ്സ് എ റിലീഫ് ടു ദ കെയർ ഗീവേഴ്സ്. ആ കെയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടുകാർക്ക് അങ്ങനെ ഒരു വിശ്രമം കൊടുക്കുക. അതാണ് റെസ്പൈറ്റ് സർവീസ്. അത് പാലിയേറ്റീവുകാരെ ആ ടീമിൽ ഇങ്ങനെയുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് പ്രൊഫഷണൽ വേയിൽ. നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ച് നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ സാധിക്കണം. ഇനി ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഇൻറ്റഗ്രേഷൻ എങ്ങനെ വരുത്തും എന്നുള്ള ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾ, സിസ്റ്റേഴ്സോ ആരെങ്കിലുമൊക്കെ ഡാൻസിങ് പഠിച്ചെന്ന് വിചാരിക്കുക. ആ ഡാൻസ് പഠിച്ചിട്ട് അവർ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വാഹനവുമായിട്ട് ചെന്നിട്ട് പറയുകയാണ്, സിസ്റ്ററെ
നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും കൂടിയിരിക്കുന്ന വേദിയിലേക്ക് ഒന്ന് വരാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ ഡാൻസ് അവരുടെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കാമോ? ഞങ്ങൾ വാഹനവും കൊണ്ട് വരാം, കുഞ്ഞുങ്ങളെ ഭദ്രമായിട്ട് കൊണ്ടുപോയി തിരിച്ച് സുരക്ഷിതമായിട്ട് എത്തിച്ചു കൊള്ളാം, അവർക്ക് എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനവും കൊടുക്കാം. അതൊക്കെ നമുക്ക് സ്പോൺസേഴ്സ് ഉണ്ടാകും, യാതൊരു പ്രയാസവുമില്ലാതെ നമുക്കതിനെ കണ്ടുപിടിക്കാം. സിസ്റ്ററെ ഒരു ദിവസം നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാവോ? സന്തോഷമായിരിക്കും, അവരത് ചെയ്തിരിക്കും. അപ്പോൾ അവർ നമ്മുടെ സ്റ്റേജിൽ വന്നു, അവരത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാരണവന്മാർ സന്തോഷിച്ചു. അരമണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാം നടന്നു. ആ കുഞ്ഞുങ്ങളെ ഒരു അരമണിക്കൂർ പിന്നെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ്. അപ്പോൾ ഈ അപ്പച്ചന്മാർ ചോദിക്കും, മോനെ എവിടെയാ, മോൻ്റെ പേരെന്നാ, മോളെ നിൻ്റെ വീടേതാ, നീ ആരാ, നിൻ്റെ ഡാൻസ് ഒത്തിരി നന്നായിരുന്നു കേട്ടോ, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു അരമണിക്കൂർ ആ കുട്ടികളെ അവരുടെ ഇടയിലേക്ക് വിട്ട് കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് എന്തൊരു അപ്രീസിയേഷനാണ് കിട്ടുക. അപ്പോൾ എനിക്കും ഡാൻസ് ചെയ്യാൻ അറിയാം, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറഞ്ഞ പോലെ എനിക്കുമാകാം ഒരു വലിയ ഡാൻസുകാരി അല്ലെങ്കിൽ ഡാൻസുകാരൻ എന്നുള്ള ഒരു അഭിമാനബോധം കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നല്ല കാരണവന്മാരുടെ ആ സമൂഹത്തെ അവർക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ അവരുടെ മുമ്പിൽ നല്ല ഒരു കലാസൃഷ്ടി കാഴ്ചവെച്ച് അവരുടെ മനസ്സിന് കാതിനും കരളിനും ഉന്മേഷം പകർന്ന ഒരു ടീമിനെ അവരും കണ്ടു. തമ്മിൽ ഇൻ്റഗ്രേഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ കമ്മ്യൂണിറ്റി ഇൻ്റഗ്രേഷൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ യൂത്ത് ക്ലബ്ബുകൾക്ക് വരാൻ സാധിക്കുന്നു. അതുപോലെ മഹിളാ സമാജങ്ങൾക്ക് നമ്മുടെ ലീജിയൻ ഓഫ് മേരി, വിൻസെൻ്റ് ഇപ്പോൾ സംഘടന, ചാരിറ്റബിൾ അസോസിയേഷൻസ്, എന്ത് ക്ലബ്ബുകളും എവിടെയും ഏത് ഓർഗനൈസേഷനും പ്രവർത്തിക്കാവുന്ന രീതിയിൽ സോഷ്യൽ വർക്കേഴ്സ് അതിനെ കളക്ട് ചെയ്യും. അങ്ങനെ ഒരു കൊളാബറേഷൻ ആൻഡ് ഓൾസോ കോർഡിനേഷൻ ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ അപ്പച്ചന്മാരുടെയും നമ്മുടെ അമ്മച്ചിമാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കണം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന സാഗ പ്രോജക്റ്റ്, അതിനെക്കുറിച്ച് പല കാര്യങ്ങളുമുണ്ട്. ഇതിനോട് താല്പര്യമുള്ളവർ ദയവായിട്ട് ബന്ധപ്പെടുക. എൻ്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ തരാം. സെൽ ഫോൺ നമ്പർ 8281720566. ഒരിക്കൽ കൂടി പറയുകയാണ്, 8281720566. ഇത് നിങ്ങളുടെ പ്രതികരണം ഇനി എനിക്ക് കിട്ടണം. നമുക്ക് ഇതിനെ നമ്മുടേതായിട്ടുള്ള പോപ്പുലർ വേയിൽ ഇനിയും മോഡിഫൈ ചെയ്യാം. ഞാൻ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുമിച്ച് കൂടി ചിന്തിക്കുമ്പോൾ ഞാൻ ഈ കണ്ടതിനേക്കാൾ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു രീതിയും കുറേ കൂടെ എളുപ്പമായിട്ടുള്ള സംവിധാനങ്ങളും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെയുള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് ഞാൻ വെൽക്കം ചെയ്യുന്നു. തീർച്ചയായിട്ടും അവർ എഴുതുകയോ വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാവരോടുമായിട്ട് കരിങ്കുന്നം നിവാസികളായിട്ട്, കരിങ്കുന്നത്ത് മാത്രമല്ല ഭൂരിഭാഗം ചെറുപ്പക്കാരും പുറത്താണ്, എനിക്കറിയാം. ഞാൻ അമേരിക്കയിൽ ജീവിച്ച് 18 വർഷവും അമേരിക്കയിൽ ജീവിച്ചിട്ട് തിരിച്ചു വന്നയാളാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു 10 വർഷം കൂടി ആ രൂപതയിൽ ചേർന്ന് ഭംഗിയായിട്ട് പ്രവർത്തിക്കാമായിരുന്നു. അതിനെ തുടർന്നുള്ള ഇൻകവും എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ജീവിക്കാനല്ല എനിക്ക് കൂടുതലിഷ്ടം. നമ്മുടെ നാട്ടിൽ വന്ന് എനിക്കിതുവരെ കിട്ടിയ പ്രൊഫഷൻസി ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോഴും ഇടവക സമൂഹത്തെ സേവനം എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നുണ്ട്. അതുപോലെ സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിൽ വീണ്ടും ആക്റ്റീവ് ആവുക എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കാരണവന്മാർക്ക്, നമ്മുടെ നാട്ടിൽ ജനങ്ങൾ പാവപ്പെട്ടവരാകട്ടെ ധനമുള്ളവരാകട്ടെ എങ്ങനെയുള്ളവരാകട്ടെ അവർക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ എന്നോട് കൂടി സഹകരിക്കാൻ നാട്ടിലും വിദേശത്തുമായിരിക്കുന്ന നാട്ടുകാരെ, കരിങ്കുന്നംകാരെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. നിങ്ങൾ എന്നോട് കൂടി ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള ആ കോൺട്രിബ്യൂഷനെ എല്ലാവരോടും തരണമെന്നുള്ള, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ പണം വേണ്ട സമയത്ത് നമുക്കതിനെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ആശയപരമായിട്ടുള്ള ഇതെങ്ങനെ പ്രാവർത്തികമാക്കി നമുക്ക് നമ്മുടെ നാട്ടിൽ വിജയിപ്പിക്കാം, അതിനെ ഒരു മോഡലാക്കി മറ്റ് ഗ്രാമങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റികൾക്ക് എങ്ങനെ മാതൃകയാക്കാം. ഉദാഹരണം കരിങ്കുന്നത്ത് ദ ഹോൾ കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എന്നാണ്. കരിങ്കുന്നം പഞ്ചായത്തിന് മുഴുവനാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുക. കരിങ്കുന്നം പഞ്ചായത്തിനാകാമെങ്കിൽ എന്തുകൊണ്ട് ഉഴൂർ പഞ്ചായത്ത് ആയിക്കൂടാ, അല്ലെങ്കിൽ നീണ്ടൂർ പഞ്ചായത്ത് ആയിക്കൂടാ? ആളുകൾ മത്സരിക്കണം. അങ്ങനെ നമ്മളൊരു പൈനിയർ പ്രോജക്റ്റായിട്ട് കരിങ്കുന്നംകാരെല്ലാവരും ജാതി മത ഭേദമന്യേ നമുക്ക് കരിങ്കുന്നത്തെ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട ഏത് മനുഷ്യനും അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കണം. ആർക്കും അതിൻ്റെ പ്രയോജനം കിട്ടണം. ആ നിലയിൽ നമുക്കിതിനെ സംവിധാനം ചെയ്തെടുക്കണം. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. തൽക്കാലം ഞാൻ വിരമിക്കട്ടെ. നമസ്കാരം. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ അമേരിക്കയിൽ പോയി സ്പെഷ്യലൈസ് ചെയ്ത വേറെ സബ്ജക്റ്റ് ഏജിങ്ങിൽ, അതായത് സ്പെഷ്യലിസ്റ്റ് ഇൻ ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റിലാണ്. ഇത് കണ്ട ഏജിങ് എന്നത് AGING, ഏജിങ്, അതാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഏജിങ് എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം മുഴുവൻ. നമ്മൾ സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അബ്നോർമൽ സൈക്കോളജി, അതുപോലെ തന്നെ അഡൽട്ട് ഡെവലപ്മെൻറ്റ്,
പിന്നെ ഡയറക്റ്റ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ്, സോഷ്യൽ വർക്കും അതുപോലെ തന്നെ സീനിയേഴ്സിൻ്റെ പ്രത്യേക പ്രോബ്ലംസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. ഞാൻ പഠിച്ചതും പഠിക്കാത്തതും പിന്നെ ജനറൽ നോളജിന് വേണ്ടിയിട്ട് സമ്പാദിച്ചു വെച്ചിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് സീനിയേഴ്സിനെ സംബന്ധിച്ച് കണ്ട ഇത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മെൻ്റലായിട്ടുള്ള കാര്യങ്ങളിൽ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, അവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് ഉഷാറാക്കി അവരെ നിർത്താൻ പറ്റുമോ, അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാവുന്ന രീതിയിലുള്ള വിവിധ തരത്തിലുള്ള പ്രോബ്ലംസിനെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ സാധ്യതകളെ പ്രദാനം ചെയ്യുന്ന ബുക്കുകളാണ്. ഇവിടെ പറയുന്നു ദ കറൻറ്റ് സൈക്കോതെറാപ്പീസ്, അതായത് സൈക്കോതെറാപ്പി ഇതിൻ്റെ അകത്ത് വലിയൊരു ആവശ്യമാണ്. പലർക്കും പലതരത്തിലുള്ള പ്രോബ്ലംസാണ് വരുന്നത്, വ്യക്തിപരമായിട്ട്, കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം എന്തുമായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ വരുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ തെറാപ്പിയിലേക്ക് കിടക്കണം. അതായത് വെറും കൗൺസിലിംഗ് മാത്രം പോരാ. അപ്പോൾ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പി ഇതിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൊഫഷണലി ക്വാളിഫൈഡ് സോഷ്യൽ വർക്കേഴ്സും ഉണ്ടായിരിക്കും ഇൻ കൊളാബറേഷൻ വിത്ത് മെഡിക്കൽ ഡോക്ടേഴ്സ്. അപ്പോൾ മെഡിക്കൽ ഡോക്ടേഴ്സിന് എന്നാൽ അവരാണ് മുഖ്യമായിട്ട് ഇതിനകത്തുള്ളത്. ഞങ്ങൾ സോഷ്യൽ വർക്കേഴ്സിന് കണക്ട് ചെയ്യും, സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള ഓർഗനൈസേഷനെയും നല്ല മനസ്സുള്ള എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ കടമ. അത് ചെയ്യേണ്ടത് ഡോക്ടേഴ്സ് ചെയ്യണം, നേഴ്സസ് ചെയ്യേണ്ടത് നേഴ്സസ് തന്നെ ചെയ്യണം. അവരെ സഹായിക്കാനൊക്കെ മറ്റുള്ളവർക്ക് സാധിക്കും വോളണ്ടിയറിസത്തിലൂടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇങ്ങനെയുള്ള എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റത്തുള്ളത് എനിക്ക് ഐൻസ്റ്റീൻ എനിക്ക്, ഞാൻ ഫിസിക്സ് ആയിരുന്നു എൻ്റെ BSc സബ്ജക്റ്റ്. ഏറ്റവും ലോകത്തിൽ ജീവിച്ചിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഐൻസ്റ്റീൻ്റെ ലൈഫിനെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചത് മാത്തമാറ്റിക്സ് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ നില, അതുപോലെ തന്നെ ജനറൽ നോളജിനുള്ള പുസ്തകങ്ങൾ താഴെ പഠിക്കുക എന്നുള്ളത് എനിക്കൊരു ഹരമായിരുന്നു. ഇപ്പോഴും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാനത് പറയുന്നത്, നമുക്ക് പഠനത്തെ നിർത്താം, ഇനി പഠിക്കേണ്ടതില്ല എന്ന് പറയാവുന്ന ഒരൊറ്റ സമയം പോലുമില്ല. മരണം വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. ആ നിലയ്ക്ക് കൊള്ളാവുന്ന വിവിധ സബ്ജക്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളാണ്. വേൾഡ് സ്റ്റാൻഡേർഡിൽ ഉള്ള പുസ്തകങ്ങൾ തന്നെ ദ കോമഡീസിനോ ടോൾസ്റ്റോയ് എഴുതിയിരിക്കുന്ന ഷേക്സ്പിയറുടെ കോമഡീസ്, അല്ലെങ്കിൽ ഷേക്സ്പിയർ ഗ്രന്ഥങ്ങളുണ്ട്. ദ ഡിവൈൻ കോമഡി ബൈ ഡാൻറ്റെ, വാർ ആൻഡ് പീസ് ബൈ ലിയോ ടോൾസ്റ്റോയ്. ഇങ്ങനെയുള്ള വേൾഡ് സ്റ്റാൻഡേർഡ് ലെവലുള്ള പുസ്തകങ്ങളും ഒരു പരിധിവരെ കുറേ കാശ് ഞാൻ കളഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ വെറുതെ കിട്ടുന്നതല്ല, കാശ് കൊടുത്ത് തന്നെ വാങ്ങിച്ച് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ദൈവാനുഗ്രഹത്താൽ കുഴപ്പം കൂടാതെ എത്തി. ദ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്നോ ചാൾസ് ഡിക്കൻസിൻ്റെ ആണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ, അത് ഓരോ സബ്ജക്റ്റിനെ എടുത്തിട്ട് വളരെ സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പരമ്പരയാണ്. അതൊരു നല്ല കളക്ഷൻ എനിക്കുണ്ട്, പ്രത്യേകമായിട്ടുള്ള ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മുടെ ജനങ്ങൾക്ക് ഒരു പരിധി വരെ പ്രയോജനപ്പെടും. അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ അറിവ് ഞങ്ങളൊക്കെ എടുത്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റേതായ റിസോഴ്സ് ഇവിടെയുണ്ട്. പ്രവർത്തിക്കാൻ പറ്റുന്ന പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് സംഘടിപ്പിക്കാം. അവരോട് കൂടി യോജിക്കാൻ പറ്റുന്ന വോളണ്ടിയേഴ്സ് ഇവിടെ ഉള്ളപ്പോൾ ഇത് ഒരു പ്രയാസമില്ലാതെ നമ്മുടെ നാട്ടിൽ ഇത് വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ എല്ലാ നല്ല മനസ്സും നിങ്ങളുടേതായിട്ടുള്ള നല്ല മനസ്സോടും സന്തോഷത്തോടും കൂടിയുള്ള സഹകരണവും എനിക്ക് വേണ്ടത്. അത് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നമുക്ക് വീണ്ടും അവസരങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്.